പ്രകടിപ്പിക്കാത്ത വികാരങ്ങൾ ഒരിക്കലും മരിക്കില്ല. അവ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുകയും പിന്നീട് കൂടുതൽ വൃത്തികെട്ട രീതിയിൽ പുറത്തു വരികയും ചെയ്യും. പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് മാത്രമാണോ വികാരങ്ങളുള്ളത്? സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും ആഴത്തിൽ പഠിച്ചാൽ നമുക്കിതിന് ഉത്തരം കിട്ടും. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഏതെല്ലാം മേഖലകളിലാണ് നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നറിയാമോ? അവരുടെ കണ്ടെത്തലുകൾ പുറം ലോകത്തെ അവർ അറിയിക്കാറുമുണ്ട്. മനുഷ്യനെ പോലെ ജന്തുജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും പ്രകൃതിക്കുമെല്ലാം വികാരങ്ങളും വിചാരങ്ങളുമുണ്ട്. പ്രകൃതിക്കുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളാണ് കൊടുങ്കാറ്റായും കൊടുംവേനലായും അതിശൈത്യമായും അതിവൃഷ്ടിയായും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പ്രകൃതി അതിൻ്റെ വികാര വിക്ഷോഭങ്ങളെ അടക്കി നിർത്താതെ പുറത്തേക്ക് തള്ളുന്നത് കൊണ്ടാണ് നമ്മൾക്ക് മഴയും തണുപ്പും വേനലും ഒക്കെ അനുഭവപ്പെടുന്നത് എന്നോർക്കുക. വികാരങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. ജന്തുജാലങ്ങൾക്കും വികാര വിചാരങ്ങളുണ്ട്, അതവർ പ്രകടിപ്പിക്കാറുമുണ്ട്. ദേഷ്യമായാലും സ്നേഹമായാലും മനുഷ്യൻ അത് പുറത്തു തള്ളും. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എന്ത് വിചാരിക്കും എന്ന് തോന്നിയാൽ പോലും അവർക്കത് പറയാനുള്ളത് പറയുകയും ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്യും. പ്രകടിപ്പിക്കാത്ത വികാരങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല. പ്രകടിപ്പിക്കാതെ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്ന വികാരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ തമസ്കരിക്കപ്പെടുകയാണ് പതിവ്. അങ്ങനെ തമസ്കരിക്കപ്പെട്ട സമ്മർദ്ദങ്ങളെ പുറത്തു കൊണ്ടുവരാൻ മനുഷ്യന് കഴിയണം. അത് സ്നേഹമായാലും ദേഷ്യമായാലും അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ വിവരണാതീതമാണ്. ഇത്തരം വികാരങ്ങളും പ്രകടിപ്പിച്ചില്ലെങ്കിൽ ജീവനോടെ അത് കുഴിച്ചു മൂടപ്പെടും. പിന്നീട് ഒരു അവസരം വരുമ്പോൾ അത് ഉയർത്തെഴുന്നേൽക്കുകയും കൂടുതൽ വൃത്തികെട്ട രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അവതരിക്കുകയും ചെയ്യും. വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ളതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെട്ടു, ചിരി വരുമ്പോൾ ചിരിച്ചോളൂ, കരച്ചിൽ വരുമ്പോൾ കരഞ്ഞോളൂ. ശുഭദിനം.